വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നത്തെ നമ്മളെ കിച്ചണിൽ നല്ല ഹെർബൽ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ വേപ്പും ചപ്പും തുളസിയിലയും കറ്റാർവാഴയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഹെർബലായിട്ട് ഉണ്ടാക്കുന്നൊരു സോപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് സോപ്പ് ബേസാണ്. പിന്നെ നമ്മൾ എന്തെല്ലാം നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഏത് സോപ്പാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് ക്യാരറ്റ് സോപ്പ്, ബ്യൂട്ടി സോപ്പ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഹെർബൽ സോപ്പ് ഉണ്ടാക്കാം, എങ്ങനത്തെ സോപ്പ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയും തുളസിയിലയും വേപ്പും ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 3-4 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിടി വേപ്പും ചപ്പ്, അതുപോലെ തന്നെ 2 പിടിയോളം തുളസിയിലയും കൂടി എടുത്തിട്ടാണ് അതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ 2 സൈഡും ചെത്തി അതിൻ്റെ കറയെല്ലാം പോയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കുക. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്ത പൾപ്പ് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിൽ തന്നെ നമുക്ക് തുളസിയിലയും വേപ്പും ചപ്പും ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം തുളസിയും വേപ്പും ചപ്പലും നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. മഴക്കാലം ആയതുകൊണ്ട് പുഴുശല്യമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ കറ്റാർവാഴൻ്റെ കൂടെ തന്നെ അതിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനിപ്പോൾ 2 കിലോ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ഗുളിക കൂടി ഉണ്ടായാൽ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെല്ലാം നല്ലൊരു ഇതാണ് വിറ്റാമിൻ ഇൻ്റെ. അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1 കിലോന് 6 ഗുളിക വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കിലോ സോപ്പ് ബേസിന് 12 ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ലിക്വിഡ് മാത്രം നമ്മൾ ഈ ജ്യൂസിലേക്ക് അരിച്ച് വെച്ച ജ്യൂസാണ്. അപ്പോൾ അതിലേക്ക് ആ വിറ്റാമിൻ ഇ ഗുളി പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. സോപ്പ് ഉണ്ടാക്കാൻ മെയിനായിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലിസറിൻ ബേസ്. നമുക്ക് കുറേ മോഡൽ ബേസ് അവൈലബിൾ ആണ്. ചാർക്കോളിൻ്റെ ഉണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഉണ്ട്, ബേബി സോപ്പ് ഉണ്ടാക്കുന്ന ബേസ് ഉണ്ട്. നമ്മൾക്ക് ഈ ഒരു ഗ്ലിസറിൻ ബേസാണ് വേണ്ടത്. അപ്പോൾ 1 കിലോയ്ക്ക് ഞാനിത് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് എടുത്തതാണ്. 1 കിലോയ്ക്ക് ഒരു 220 റേറ്റാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കിലോ ഒന്നിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കുമ്പോൾ ഈ ഒരു പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിട്ട് പാത്രത്തിൻ്റെ ഫുള്ളായിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിചാരിക്കും അതിൽ മിക്സാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് മെൽറ്റാകുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, അലിഞ്ഞിട്ട് കുറച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇട്ടേം വാട് അത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കണ്ട. ഒരു 5 മിനിറ്റെല്ലാം കഴിയുമ്പോൾ അതിങ്ങനെ മെൽറ്റായി ഉരുകി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളൊന്ന് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് മോൾഡ് റെഡിയാക്കി എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 മോൾഡ് ഉണ്ട് സോപ്പിൻ്റെ. ബാക്കി നമ്മൾ കണ്ടെയ്നറാണ്. നമുക്ക് പാർസൽ ഫുഡെല്ലാം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മയോണൈസിൻ്റെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് അതിൽ വെള്ളമെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മെൽറ്റായതിന് ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റൗന്ന് ആ വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസെല്ലാം ഒഴിക്കുന്നത്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസിന് 1/4 കപ്പ് ലിക്വിഡ് ഇതാണ് നമ്മൾ ഒഴിക്കേണ്ടത്, ജ്യൂസാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ജ്യൂസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ സോപ്പ് ബേസ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് ഈ ഒരു ജ്യൂസ് കറ്റാർവാഴയും തുളസിയിലയും വേപ്പും ചപ്പും കൂടിയിട്ട് അരച്ചെടുത്ത ജ്യൂസാണ് ഇതിലൊഴിക്കുന്നത്. 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഡവിൻ്റെ എസൻസ് ആണ് എടുത്തത്. അതൊരു 20 മില്ലി ഡവ് എസൻസ് ചേർക്കുന്നുണ്ട്. സ്മെല്ല് നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഹെർബലാകുമ്പോൾ ഹെർബലിൻ്റെ തന്നെ സ്മെല്ല് ചേർക്കുന്നതാണ് നല്ല. ചന്ദ്രികൻ്റെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഡവ് ചേർത്തത്. ഏത് പെർഫ്യൂം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള.
പെർഫ്യൂം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലാണെങ്കിൽ ബദാം ഓയിൽ, ഗ്ലിസറിൻ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മില്ലി 10 മില്ലി വെച്ചിട്ട് 1 കിലോയിൽ ആഡ് ചെയ്യാം. ഇനി ആ ജ്യൂസ് നമ്മൾ മെൽറ്റ് ചെയ്ത ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുക വേണ്ടു. ഈ മഴ സമയത്തെല്ലാം ആണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പത ഉണ്ടെങ്കിൽ അത് കോരിയെടുത്ത് കളഞ്ഞാൽ സോപ്പ് നല്ല ക്ലിയർ ആയിരിക്കും. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കോരി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെയിലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് കോരി കളഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. നല്ല ഫിനിഷിങ്ങോട് കൂട്ടിയിട്ട് തന്നെ കിട്ടും. നമ്മൾ സോപ്പ് ബേസ് ഇല്ലയെന്ന്, സോപ്പിൻ്റെ മോൾഡ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇതുപോലത്തെ നമ്മൾ കളയുന്ന കണ്ടെയ്നറെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഷേപ്പിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതൊരു 1 വീക്ക് വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. നല്ല അടിപൊളി സോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.